നമ്മുടെ ചെറുപ്പളശ്ശേരി ഹെൽത്ത് പോയിന്റിൽ 60 വയസ്സിന് മുകളിലുള്ള രോഗികൾക്ക് സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷൻ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ 60 വയസ്സിന് മുകളിലുള്ള രോഗികൾക്ക് സൗജന്യമായി ഡോക്ടർ കൺസൾട്ടേഷൻ ഒരുക്കിയിട്ടുള്ളത്, അതിന്റെ മറ്റ് വിശദമായ വിവരങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഉടമയായിട്ടുള്ള ഫൈസൽ സാറ് നിങ്ങളുടെ അടുത്ത് വിശദമായിട്ട് പറയും. എന്താണ് ഇത്തരത്തിലൊരു 60 വയസ്സിനുള്ള രോഗികൾക്ക് സൗജന്യ കൺസൾട്ടേഷൻ ഒരുക്കാനുള്ള കാരണം? ഹെൽത്ത് പോയിന്റ് എന്നുള്ളത് ഒരു ബിസിനസ് മാത്രമായിട്ടല്ല, ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത മുതൽക്ക് നമ്മൾ എടുത്തൊരു തീരുമാനമാണ് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് സൗജന്യമായി ജനറൽ ഡോക്ടർ പരിശോധന ഫ്രീ ആയിട്ട് കൊടുക്കൽ. അതിൻ്റെ കാരണം കൂടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആരോഗ്യ പരിപാലനം ആവശ്യമുള്ള ആളുകളാണ് ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക്, അല്ലേ? ഇപ്പോൾ നമുക്കിവിടെ 13ഓളം സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ ഹെൽത്ത് പോയിന്റിൽ വരുന്നുണ്ട്. നമ്മൾ പല വിദഗ്ധരായ ഡോക്ടർമാരാണ്, പല വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരാണ്. നമ്മൾ അവരോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇടയ്ക്കിടെ അസുഖങ്ങൾ വരാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം നമുക്ക് അറിയണ പോലെ തന്നെയാണ്, നമ്മൾ ഏജ് കൂടുന്തോറും നമ്മളുടെ ആരോഗ്യത്തിൻ്റെ അതല്ലെങ്കിൽ നമ്മളെ പ്രതിരോധശേഷി കുറഞ്ഞു തുടങ്ങും. അതുപോലെ തന്നെയാണ് നമ്മളെ പല അവയവങ്ങളുടെയും പ്രവർത്തനക്ഷമത ക്രമാതീതമായി കുറഞ്ഞു തുടങ്ങും. അതുകൊണ്ട് തന്നെ നമുക്ക് പല അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോൾ നമുക്ക് ലക്ഷണങ്ങൾ കാണിച്ചിട്ടും ലക്ഷണങ്ങൾ കാണിക്കാണ്ടെയും പല അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ ഈ ഹൃദയരോഗങ്ങൾ, അതല്ലെങ്കിൽ ശ്വാസകോശപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സന്ധിവാതം, ഇതുപോലുള്ള അസുഖങ്ങൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഇടയ്ക്കിടയിൽ അസുഖങ്ങൾ വരുമ്പോൾ ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ ആരോഗ്യ നില എപ്പോഴും ചെക്ക് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്തെങ്കിലും ഒരു ഇടയ്ക്കിടെ ഉള്ള ഒരു അസുഖങ്ങൾ, ഇപ്പോൾ ഒന്നാമത് മഴക്കാലം കൂടിയാണ്, അല്ലെങ്കിലും ഇടയ്ക്കിടെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ ഒരു ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ പോയിട്ട് എപ്പോഴും ഡോക്ടറുടെ ഫീസ് കൊടുത്ത് ഡോക്ടറെ കാണുന്ന ആലോചിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും, കാണലിങ്ങനെ വൈകിപ്പിക്കും. പിന്നീട് കാണാം നല്ലൊരു ചിന്ത വരും. അതല്ലെങ്കിൽ ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ പോയിട്ട് ഇങ്ങനെ അവിടെ ഒരുപാട് നേരം ക്യൂ നിൽക്കണമെന്ന് ആലോചിച്ചിട്ടും ഇവർ കൺസൾട്ടേഷൻ എപ്പോഴും വൈകിപ്പിക്കാറുള്ള ഒരു സാഹചര്യം വരാറുണ്ട്. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറേ ആളുകൾ ഫാർമസിയിൽ പോയിട്ട് ഇങ്ങനെ പറയും നമുക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് മരുന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ഒരു ഒപ്പീനിയൻ എടുക്കാണ്ട് തന്നെ മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടേഴ്സ് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ഫാർമസിയിൽ നിന്ന് നമുക്ക് മരുന്ന് വാങ്ങി കഴിക്കുമ്പോൾ ചില അസുഖങ്ങൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് അവസാനിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രായം 60 എന്നുള്ള സംഖ്യ നമ്മൾ എടുത്തത്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ പരിപാലനം ആവശ്യമുള്ളത്. അവർക്ക് എപ്പോഴും സൗജന്യമായിട്ട് ഡോക്ടറെ കൺസൾട്ടേഷൻ, ഡോക്ടറെ സേവനം കൊടുക്കുക. അത് നമുക്ക് ഇവിടെ 13ഓളം സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ വരും ഞാൻ പറയും പോലെ. അപ്പോൾ അവരുടെയൊക്കെ സേവനം നമുക്ക് സൗജന്യമായി കൊടുക്കാൻ കഴിയില്ല തികച്ചും. കാരണം എന്താ വെച്ചാൽ അവർ പല ഹോസ്പിറ്റലിലും പല മേഖലയിലും വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവരുടെ സൗകര്യം ഇവിടെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഹെൽത്ത് പോയിന്റ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഹെൽത്ത് പോയിന്റ് ഡോക്ടേഴ്സിൻ്റെ വിദഗ്ധരായ ഡോക്ടർമാരുണ്ട് ജനറൽ വിഭാഗത്തിൽ. അവരുടെ സേവനം തികച്ചും ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് സൗജന്യമാണ്. അത് ടൈം ഫ്രെയിം ഇല്ല, 24 മണിക്കൂറും ഏത് ദിവസങ്ങളിലാണ്, എല്ലാ ദിവസങ്ങളിലും ഏത് പാതിരാത്രിയിലാണെങ്കിലും ഡോക്ടറുടെ പരിശോധന തികച്ചും സൗജന്യമാണ്. അത് ഇന്നൊരു സ്പെസിഫൈ വിഭാഗം അങ്ങനെയുണ്ട്? ഇല്ല, സ്പെസിഫൈ വിഭാഗമൊന്നുമില്ല. പിന്നെ അതിനപ്പുറം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രായപരിധി ഇല്ലാണ്ട് ഇപ്പോൾ നമ്മളെ സമൂഹത്തിൽ ഡയാലിസിസ് പേഷ്യൻസ് ഉണ്ട്, CA പേഷ്യൻസ് ഉണ്ട്, ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. ഇവർക്കൊക്കെ എന്നും അത് പ്രായപരിധിയില്ല, എന്നും സൗജന്യമായിട്ട് ജനറൽ വിഭാഗം ഡോക്ടർ പരിശോധന ഉണ്ട്. പിന്നെ കൂടാണ്ട് അവർക്ക് ലാബ് ടെസ്റ്റുകൾ, കാരണം ഇങ്ങനത്തെ പേഷ്യൻസിന് ഒരുപാട് ലാബ് ടെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. CA പേഷ്യൻസിനും അതുപോലെ ഡയാലിസിൻ്റെ പേഷ്യൻസിനൊക്കെ അവരുടെ ലാബ് ടെസ്റ്റിൽ എന്ത് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഒരു 30% ഡിസ്കൗണ്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ സൊസൈറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കാരണം ഒരാളും ഡോക്ടറെ കാണൽ വൈകിപ്പിക്കരുത് എപ്പോഴും. കാരണം നമ്മളെ ആരോഗ്യം എപ്പോഴും, എന്ത് അസുഖം നമുക്ക് ഏർലി ഡിറ്റക്ട് ചെയ്യണത്, ഏർലി അത് മനസ്സിലാക്കുന്നതും അതിനൊരു സുപ്പീരിയർ അല്ലെങ്കിൽ വേറെ ഡോക്ടർ, അതിൻ്റെ യഥാർത്ഥ ഡോക്ടറിലേക്ക് നമുക്ക് എത്താൻ കഴിയലും ഒക്കെ നമുക്കതിന് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്കതിന് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് തന്നെ ഇവിടെ ഹെൽത്ത് പോയിന്റ് തുടങ്ങിയിട്ട് പല എക്സ്പീരിയൻസുകൾ നമ്മളങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പേഷ്യൻ്റ് അവർക്ക് കാലിലൊരു കമ്പി കുത്തിയതാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, വേദനയ്ക്കുള്ള ഗുളിക ഒരുപാട് ഫാർമസിയിൽ നിന്നൊക്കെ, കാരണം അവരുടെ തിരക്ക് കൊണ്ട് അവർ ഡോക്ടറെ അടുത്ത് പോയില്ല, വേദനയ്ക്കുള്ള മരുന്നൊക്കെ കഴിച്ചിട്ട് പിന്നീട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ
മുറിവ് ഉണങ്ങാണ്ട് കംപ്ലീറ്റ് കാല് ഓപ്പറേറ്റ് ചെയ്തിട്ട് അവരുടെ ഒരുപാട് ദശ റിമൂവ് ചെയ്തിട്ട് ഇപ്പോഴും ഹെൽത്ത് പോയിന്റ് സ്റ്റാഫ് അവരുടെ മോർണിംഗിൽ അവരുടെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ അവർ ഓൾമോസ്റ്റ് റിക്കവറായി. ഇങ്ങനത്തെ പല അസുഖങ്ങളിലും പിന്നെ ഒരു പേഷ്യൻസ് നമ്മളോട് പറയണ്ടായി അവർ ഇവിടെ ഇൻഫെക്ഷൻ ആയിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അവരുടെ യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ട്, അവർക്ക് പ്ലേറ്റ്ലെറ്റ് വളരെയധികം കുറവാണ്, കൗണ്ട് കൂടുതലാണ്. കാരണം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നുണ്ട്. ഈ പനി എന്നുള്ള സംഭവം ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് വരും. ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നതൊക്കെ ഓരോ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഈ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാളും, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ ആരോഗ്യ പരിപാലനം ആവശ്യമുള്ളത് ഒരു 60 വയസ്സൊക്കെയുള്ള ആളുകൾക്കാണ്. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ ഒരിക്കലും ഒരു ഡോക്ടറെ കാണൽ വൈകിപ്പിക്കരുത്. അപ്പോഴും ചില ആളുകൾ ഇപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവും, നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഡോക്ടർ കൺസൾട്ടേഷൻ നിങ്ങൾ ഒഴിവാക്കും, എന്നാൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കൂട്ടും അല്ലേ? സ്വാഭാവികമായിട്ടും ഇപ്പം നിങ്ങൾക്കില്ലേ അങ്ങനത്തെ ഒരു സംശയം. അത് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഇങ്ങനെ പല മേഖല ചിലപ്പോൾ അത് ഫേസ് ചെയ്തിട്ടുണ്ടാവും, അവരുടെ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെയല്ല. ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ 100% ലിറ്ററലി നമുക്ക് പറയാൻ പറ്റും ആ പേഷ്യൻറ്റിനെ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അവർക്ക് എന്താണ് അവർക്ക് അനുയോജ്യമായ ട്രീറ്റ്മെൻറ്റ്, ചിലപ്പോൾ അവർക്ക് കൗണ്ട് ചെക്ക് ചെയ്യേണ്ടി വരും. അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണ് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടേ അവർ ഇവിടുന്ന് വിടുള്ളൂ. അത് 100% നമ്മൾ സൊസൈറ്റിക്ക് തരാൻ പറ്റുന്ന ഒരു ഉറപ്പാണ്. കാരണം ഇവിടുന്ന് അവർ ആ റിപ്പോർട്ട് വേറൊരു ഫർദർ ലെവലിലെ ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ നമ്മുടെ ക്ലിനിക്കിൽ ഇപ്പോൾ എക്സ്റേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ്റേ ഉണ്ട്. ഇപ്പോൾ സ്കാനിങ് അണ്ടർ പ്രോസസ്സിംഗ് ആണ്. സ്കാനിങ് അടുത്ത വരും ദിവസങ്ങളിൽ സ്കാനിങ് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ 13 ഇപ്പോൾ വളരെ സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ് നമുക്ക് ഇവിടെ വരുന്നത്. ഇപ്പോൾ എക്സ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ കാർഡിയോളജിക്ക് തന്നെ നമ്മുടെ കേരളത്തിൽ സീനിയർ മിനിമം ഒരുപാട് സീനിയേഴ്സ് ഡോക്ടറുണ്ട്. അതും പ്രഗത്ഭരായ ഡോക്ടറിൽപ്പെട്ട ഒരു ഡോക്ടറാണ് നമ്മളെ സോമനാഥൻ സാർ. അദ്ദേഹം ഇവിടെ സേവനം ചെറുപ്പശ്ശേരിക്കാർക്ക് സേവനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ പല ദിവസങ്ങളിലായിട്ട് 13ഓളം സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിൻ്റെ സേവനം നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ എക്സ്പെഷ്യലി PMR ഡോക്ടർ, ഒരുവിധ ആളുകൾക്കൊന്നും അറിയില്ല PMR എന്നുള്ള എന്താണ്. പക്ഷേ അവർ ഓർത്തോ ന്യൂറോ റീഹാബിലിറ്റേഷനാണ്. അതായത് വാദസംബന്ധമായ അസുഖങ്ങൾക്കും ഒരുപാട് വർഷങ്ങളായിട്ടുള്ള വിട്ടുമാറാത്ത വേദന, ഇങ്ങനത്തെ അസുഖങ്ങൾക്ക് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന PMRൻ്റെ ഡോക്ടർ. അങ്ങനെ പല വിധത്തിലുള്ള 13ഓളം സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ നമ്മളിവിടെ വരുന്നുണ്ട്. അപ്പോൾ ചെറുപ്പശ്ശേരിക്കാരോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏത് സമയത്തും നിങ്ങൾക്കൊരു ഡോക്ടറിൻ്റെ സേവനം ഹെൽത്ത് പോയിന്റ് ഉറപ്പ് തരാൻ പറ്റും. അത് പാതിരാത്രി ആയാലും വേണ്ട 24/7. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 24 മണിക്കൂറിന് ചെറുപ്പശ്ശേരിയിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളത് വളരെ നല്ല കാര്യം. കാരണം നമ്മൾ ഇപ്പോൾ ഏർലി 3 മണിക്ക് 4 മണിക്കൊക്കെ അർജൻറ്റായിട്ട് പേഷ്യൻസ് വരാറുണ്ട്. ചെളവറ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരുപാട് ഭാഗത്തു നിന്ന് വരാറുണ്ട്. കാരണം അവർക്കൊക്കെ ഒരു ട്രസ്റ്റ് ഉണ്ട്, ഇവിടെ ഹെൽത്ത് പോയിന്റിൽ ഡോക്ടർ ഉണ്ട്, 24 മണിക്കൂറും ഡോക്ടർ ഉണ്ട് എന്നുള്ള ട്രസ്റ്റ്. അത് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റിയത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ മുമ്പോട്ട് പോയിട്ട് വരും ദിവസങ്ങളിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് എനിക്കുള്ളത്. എന്തായാലും ഇതേപോലെ തന്നെ സാറ് പറഞ്ഞ പോലെ ഇതേപോലെ മുന്നോട്ട് പോയിട്ട് ചെറുപ്പശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകൾക്ക് മികച്ച രീതിയിലുള്ള ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ കൊടുക്കാനായിട്ട് ഹെൽത്ത് പോയിന്റിന് സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും ഈ ഒരു 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ ഈ ഒരു സേവനം, ഈ ഒരു സൗജന്യ സേവനം മികച്ച രീതിയിൽ തന്നെ ഉപയോഗിക്കുക.